ഹായ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെടിച്ചട്ടിയിൽ നമ്മൾ ഇഞ്ചി നട്ട് അതിൻ്റെ വിളവെടുക്കുന്നതായിട്ടൊരു വീഡിയോ. അത് ഒരു 4 ചെടിച്ചട്ടിയിൽ ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം തെറ്റില്ലാത്ത തരത്തിൽ വിളവ് കിട്ടി. എനിക്കത് സന്തോഷമായി. കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഞാനിങ്ങനെ ചെടിച്ചട്ടിയിൽ ഇഞ്ചി നട്ടിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിൽ അയ്യത്തൊക്കെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെയുള്ള ഇഞ്ചി നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. പക്ഷേ ചെടിച്ചട്ടിയിൽ ഞാൻ ഇഞ്ചി നടുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അമ്മ തന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ എനിക്ക് തന്നു. അപ്പോൾ അമ്മ തന്ന മോട്ടിവേഷൻ അനുസരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെടിച്ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ച് ഇഞ്ചിയൊക്കെ നട്ടത്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ ഇഞ്ചി കിളിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഇത് വരുമോ എന്നൊക്കെ എനിക്ക് ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മമ്മി അത് ചെയ്ത് ഫലം കണ്ടിട്ടുള്ള ആളായതുകൊണ്ട് മമ്മി പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നീ ചെടിച്ചട്ടി വെറുതെ കിടക്കുമല്ലേ, അതിലൊക്കെ കുറച്ച് മണ്ണൊക്കെ നിറച്ച് എന്തായാലും നീ ഒന്ന് നട്ടു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ നട്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്ത്, എന്തായാലും ഞാൻ ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. മഴയുള്ള സമയത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മഴയില്ലാത്ത ടൈമിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി എന്തായാലും വിളവെടുക്കുന്ന ആ ഒരു ടൈമായപ്പോൾ ഞാനത് വിളവെടുത്തു. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പം ഞാനിങ്ങനെ വീണ്ടും എനിക്ക് ഈ ഇഞ്ചി ഇപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു വിളവിനെ വർദ്ധിപ്പിക്കാമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ ഞാൻ കുറേയും കൂടെ ചെടിച്ചട്ടി പറക്കിക്കൊണ്ട് വന്നു. ഞാൻ ആദ്യം 4 ചെടിച്ചട്ടിയിലായിരുന്നു നട്ടത്. പിന്നീട് അതിനെ കുറച്ചുകൂടെ ഇരട്ടിയാക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ 4 എന്നുള്ളതിനെ ഏകദേശം 9 ചെടിച്ചട്ടിയിലാക്കി നട്ടു. അപ്പോൾ ഞാൻ അത് പിരിച്ച് നട്ടു. നല്ല വിത്തുകൾ നോക്കിയാണ് ഞാൻ പിരിച്ച് നട്ടത്. ബാക്കിയുള്ളത് നമ്മൾ അടുക്കള ആവശ്യത്തിനൊക്കെ എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ നടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മണ്ണ് നേരത്തെ തന്നെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പൊട്ടാഷൊക്കെ ഇട്ട് കൊടുത്തു. എന്തൊക്കെയാണ് വളമൊന്നും ചേർക്കേണ്ടതെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ഇരുന്ന വളം അതാണ്. അപ്പോൾ ഞാനതെടുത്ത് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ, അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഈ ഇഞ്ചിയൊക്കെ ഒന്ന് കിളിച്ച് വരുന്നതിന് ശേഷം പിന്നെ നമുക്ക് ചാണകപ്പൊടിയോ മറ്റ് വളങ്ങളോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ജൈവ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ ആദ്യം നടുമ്പോൾ ഇങ്ങനെ നടണമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് വളമൊക്കെ ഈ ചെടിച്ചട്ടിയിലൊക്കെ ഞാനിങ്ങനെ നട്ടിട്ടുണ്ട്. നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമുക്ക് ഈ നമുക്കൊരു നട്ട് അതിൽ ഒരു ഫലം കണ്ടാൽ നമുക്കത് വീണ്ടും നടാനായിട്ട് അല്ല ഒരു പ്രേരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇഞ്ചിയെല്ലാം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ കൂടുതലൊന്നും ഇഞ്ചിയില്ല കേട്ടോ, ഞാൻ തമാശ പറഞ്ഞതാണ്. അപ്പോൾ ഞാനിത് ഓരോ ചെടിച്ചട്ടിയിലായിട്ട് നിറയ്ക്കുകയാണ്. അപ്പം നോക്ക്, നല്ല കഷ്ണങ്ങളാണ് നിറയ്ക്കുന്നത് കേട്ടോ. നമുക്കൊരു സന്തോഷമാണല്ലോ, നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ 1-ാം ചട്ടി, 2-ാം ചട്ടി, 3-ാം ചട്ടി, 4-ാം ചട്ടി, അങ്ങനെ ചട്ടികളുടെ എണ്ണം കൂട്ടി വന്നു. അപ്പോൾ നമ്മൾക്ക് നമുക്കൊരു വിളവ് കിട്ടിയാൽ അതിനെ ഇരട്ടിപ്പിക്കണമെന്നാണ് എനിക്കൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പിന്നെയും ഞാൻ ചട്ടി എടുത്തുകൊണ്ട് വന്നതും മണ്ണ് നിറച്ചതുമൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വീഡിയോ എടുക്കാനായിട്ട് ക്യാമറാമാന്മാരൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്ന് മണ്ണ് നിറയ്ക്കും. എന്നിട്ട് ഇടയ്ക്ക് പോയി ഒന്ന് പ്ലേ ചെയ്ത് നോക്കും,
അപ്പം ചിലതിൽ എൻ്റെ ഫേസൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ക്യാമറ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സുഖമില്ലാത്തൊരു മോനാണ് എനിക്കുള്ളത്. ഷാലോം എന്നാണ് മോൻ്റെ പേര്. അപ്പം മോന് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ വീട്ടിലുള്ളത് വയസ്സുന്ന മാതാപിതാക്കൾ പിന്നെ എൻ്റെ ഹസ്ബൻഡുമാണ്. ഹസ്ബൻഡിന് മറ്റു ജോലി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളാരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഒറ്റയ്ക്ക് ചെയ്യുകയാണ്. ഞാനിങ്ങനെ ചെടിച്ചട്ടികളിലിങ്ങനെ മണ്ണ് നിറയ്ക്കുക, ഇഞ്ചി നടുക, തന്നെത്താനെ കൊണ്ടുവന്ന് വയ്ക്കുക. അതിലൊരു പ്രത്യേക ഒരിക്കലും സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ എൻ്റെ ഡ്യൂട്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് എന്നിട്ടും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. പിന്നെ എനിക്ക് നടണമെന്നുള്ളൊരു ഒരു ആകാംക്ഷയാണ്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് കിളിർത്തോ ഇത് കിളിച്ചോ എന്നറിയാനായിട്ടൊരാകാംക്ഷ ഉണ്ടാവും അല്ലേ. അപ്പോൾ എനിക്കും അതേ സെയിം ആകാംക്ഷയാണ്. ഇത് കിളിക്കത്തില്ലേ, ഇതിന് നാമ്പ് വന്നോ എന്നൊക്കെ ഒരാകാംക്ഷയാണ്. അപ്പോൾ നട്ടിട്ട് ഈ വീഡിയോ എടുക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് മുന്നെയാണ്. അപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുത്ത് പിന്നെ ചെയ്തത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ഏകദേശം ഒരാഴ്ചയോളമായി അതിനുശേഷമാണ്. പക്ഷേ ഇതുവരെ നാമ്പൊന്നും വന്നിട്ടില്ല. ഇവിടെ നല്ല 2 മഴ പെയ്തു 2 ദിവസം. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് പിന്നെ ആ ചട്ടിയിലൊക്കെ ആ ഒരു എന്താ പറയുന്ന ഒരു ഫ്രഷ്നെസ് തോന്നുന്നല്ലേ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിളിർക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, നാമ്പ് വരുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ മണ്ണൊക്കെ നിറച്ച് കൊടുക്കുകയാണ്. ക്യാമറാമാൻ ഇല്ലാത്തതിൻ്റെ കുറവ് ശരിക്കും കാണുന്നുണ്ട്. ക്യാമറാമാൻ എത്രയും വേഗം ഒരു ക്യാമറാമാൻ റെഡി ആവട്ടെ അല്ലേ. ഓക്കെ, ഞാനിങ്ങനെ ഓരോന്നോരോന്നായി പറക്കിക്കൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് എനിക്ക് അങ്ങോട്ട് ആർത്തി അടങ്ങുന്നില്ല. പിന്നെയും ചട്ടി എടുക്കാൻ പോയി ഞാൻ. പിന്നെ മണ്ണ് തീർന്നു പോയായിരുന്നു. പിന്നെ മണ്ണെടുത്തുകൊണ്ട് വന്ന് പിന്നെ ഒരു വലിയ ചട്ടി ഒരിടത്തുനിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. ആ ചട്ടിയിലും മണ്ണ് നിറയ്ക്കുകയാണ്. അപ്പോൾ നോക്കണേ, നമുക്ക് ആ ഒരു സന്തോഷം തോന്നുന്നൊരു നിമിഷമായിരുന്നല്ലേ. നമുക്ക് ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തതാണെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാമല്ലോ. ഇതുപോലെ നമുക്ക് നമ്മളുടെ എല്ലാം വീട്ടിൽ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിത് തമാശ രൂപത്തിൽ പറയുന്നെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് പോയി ഇഞ്ചി അയ്യത്ത് പോയി കളയ്ക്കാൻ പറ്റത്തില്ല. ഇതാവുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ മാന്തി എടുക്കാം. നമുക്കൊരു കഷ്ണം ഇഞ്ചി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ, ഒരു ചായ ഇടാൻ വേണമെങ്കിലോ ഒരു കറി വയ്ക്കാൻ വേണമെങ്കിലോ എന്തിനു വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മാന്തിയൊക്കെ എടുക്കാൻ പറ്റും. അയ്യത്തൊക്കെ പോയി തൂമ്പയൊക്കെ എടുത്ത് കൊണ്ടുപോയി കിളച്ചൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് നേരം പിടിക്കത്തില്ലേ. അപ്പോൾ ഇതാവുമ്പം വളരെ എളുപ്പമല്ലേ. അപ്പോൾ നമ്മളുടെ വീട്ടിലും ഇങ്ങനെ ചെയ്യുക, കൃഷികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അതൊരു സന്തോഷമാണ്, നമുക്ക് മനസ്സിനും ഒക്കെ ഒരു സന്തോഷമാണ്. പിന്നെ ഏറ്റവും സന്തോഷം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ നട്ട് നമ്മളിങ്ങനെ പോയതിന് ശേഷം അതിന് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് നല്ല രീതിയിൽ വളർന്ന് വന്നതിന് ശേഷം നമ്മൾ വിളവെടുക്കുമ്പോഴുണ്ടല്ലോ, ആ ഒരു സന്തോഷമാണ് കൂടുതൽ നമുക്ക് തോന്നുന്നത്. ഈ വിളവെടുക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അല്ലേ. ഞാനിപ്പം വലിയ കർഷകനോ കർഷകയോ ഒന്നും അല്ല. ഞാനൊരു തമാശയ്ക്ക് തുടങ്ങിയതാണ്. പക്ഷേ എനിക്കിപ്പോൾ അതിനെ ഇരട്ടിപ്പിക്കണമെന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഇത്രയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചത് കേട്ടോ. പിന്നെയും പോയി ക്യാമറ ഓണാക്കുക ഓഫാക്കുക അങ്ങനെയൊക്കെയാണ്. എൻ്റെ പരിപാടിയൊക്കെ ഏകദേശം അവസാനിച്ചു, എല്ലാത്തിലും നിറച്ച് കഴിഞ്ഞു, ഇഞ്ചിയൊക്കെ എല്ലാം നട്ട് കഴിഞ്ഞു. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇപ്പുറത്ത് നട്ടിരിക്കുന്നത് കറ്റാർവാഴയാണ്. അതൊക്കെ നേരത്തെ നട്ടിരിക്കുകയാണ്. ഈ ഉണക്കായതുകൊണ്ടെല്ലാം ഒരുമാതിരി നിൽക്കുകയാണ്.
മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ജീവനൊക്കെ ആയി തുടങ്ങി. പക്ഷേ ഈ ഉണക്ക സമയത്ത് അറിയാമല്ലോ, നമ്മുടെ ചെടികളെല്ലാം ഒരുമാതിരി നിൽക്കും, നമ്മൾ വെള്ളം ഒഴിച്ചാൽ പോലും ഒരുമാതിരി നിൽക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.